ചെയ്യാൻ പോവാണ് കുക്കിങ്. ഇത് നമ്മുടെ ഇത് മൈദയാണ്. ഞാൻ മൈദ അളന്നെടുക്കുന്ന സമയത്ത് പറയാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മുട്ടയാണ്. 4 മുട്ട. ഈ മുട്ട നമ്മൾ ഒന്ന് പൊട്ടിച്ച് നല്ലപോലെ അടിച്ചെടുക്കണം. പക്ഷേ ബീറ്റർ കൊണ്ടാകുമ്പോൾ കുറച്ചുകൂടെ ഫ്ലഫി ആയിട്ട് കിട്ടും. നമുക്ക് നല്ല സ്ട്രക്ചർ, നല്ല ഇത് കിട്ടാനായിട്ട്, ബാറ്റർ കിട്ടാനായിട്ട് എപ്പോഴും നല്ലത് ബീറ്ററാണ്. ഇപ്പം ഞാൻ ബീറ്ററിൻ്റെ ഇത് ഓണാക്കുവാണ്. നമ്മൾ എപ്പോഴും ബീറ്റർ ഓണാക്കുമ്പോൾ ഫസ്റ്റ് ഏറ്റവും സ്ലോയിൽ തുടങ്ങണം. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് കയ്യിൽ ഇങ്ങനെ ബീറ്റ് കൊണ്ട് നല്ലപോലെ ഏറ്റവും ഹൈ വരെ ഇട്ട് നമുക്ക് ബീറ്റ് കൊണ്ട് നല്ല ഫ്ലഫി ആക്കി എടുക്കാം. ഇത് എത്രമാത്രം ഫ്ലഫി ആകുന്നോ ഇതുണ്ടോ, നല്ല പതഞ്ഞ് പൊങ്ങി വന്നേക്കുന്നതുണ്ടോ? കാണുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? നല്ല ഫ്ലഫി ആകണം. ഇതുപോലെ നല്ല പതഞ്ഞ്, കേട്ടോ, നല്ല പതഞ്ഞ് വരണം. പതഞ്ഞ് എത്രമാത്രം അത് പതഞ്ഞ് വരുന്നോ, എത്രമാത്രം നല്ല കട്ടിയായിട്ട് വരുന്നോ അത്രയും കേക്ക് സോഫ്റ്റ് ആയിരിക്കും. ഈ മുട്ട അടിക്കുന്നതിലാണ് ഏറ്റവും വലിയ കാര്യം ഇരിക്കുന്നത്. ഇനി നമ്മൾ എസൻസ് ആണിത്, വാനില എസൻസ് ആണ്. നമ്മൾ മുട്ട അടിച്ച ഉടനെ തന്നെ വാനില എസൻസും കൂടെ ചേർക്കുക. ആദ്യം തന്നെ ചെറുതേലേക്ക് അടിച്ചിട്ട് പെട്ടെന്ന് വലുതേലേക്ക്, ഏറ്റവും കൂടിയതിലേക്ക് ഇട്ട് കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് തന്നെ ആയിക്കോളൂ. ഇനി ഇതാണ് നമ്മുടെ അളവ് സ്പൂൺ എടുക്കേണ്ടത്. നമ്മൾ 1 ടീസ്പൂൺ അളവാണ് നമ്മൾ ഇതിനെടുക്കുന്നത്. 1 കപ്പ് മൈദയാണ്, അപ്പോൾ 1 ടീസ്പൂൺ മതി നമുക്ക് നമ്മുടെ വാനില എസൻസ്. അപ്പോൾ അതും കൂടെ നമ്മൾ ചേർക്കാം. വാനില എസൻസ് ചേർത്ത് അളവ് കപ്പും അളവ് സ്പൂണും വളരെ അത്യാവശ്യമാണ് കേട്ടോ. അത് നമ്മൾ ആദ്യം തന്നെ, വലിയ വിലയൊന്നും ആകുകയില്ല, പക്ഷെ നമ്മൾ ആദ്യം തന്നെ മേടിച്ച് വെക്കേണ്ട കാര്യമാണ്. അതിനുശേഷം നമ്മൾ ഒന്നോടെ അടിക്കുക, ഒന്ന് മിക്സ് ആകാനായിട്ട്. ഇതിൻ്റെ കൂടെ നമ്മളിനി വീണ്ടും ചേർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പഞ്ചസാര പൊടിച്ചതാണിത്. പഞ്ചസാര പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ഇതായിട്ട് വരും, നല്ല ഫ്ലഫി ആയിട്ട് വരും. അപ്പം പൊടിച്ച് വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ 1 കപ്പ് മൈദയ്ക്ക് പൊടിച്ച പഞ്ചസാരയും 1 കപ്പ് തന്നെയാണ് ഞാൻ ചേർക്കുന്നത്. മൈദയുടെ അളവ് എന്തോരമാണോ അത്രയും വേണം നമുക്ക് പഞ്ചസാര, കറക്റ്റ് അളവാണ്. ഇതാ 1 കപ്പ്, കറക്റ്റ് 1 കപ്പാണ്. അത് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുക. ഇത് വീണ്ടും നല്ലപോലെ അടിച്ചു കൊടുക്കുക. ഒരു സ്വല്പം ഉപ്പും കൂടെ ഇടാം കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ, അതായത് മധുരവും ഉപ്പും കൂടെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ഒരു നുള്ള ഉപ്പിട്ടാൽ മതിയേ. ഉപ്പ് ഒരു നുള്ളു മതി. അതും കൂടി ഇട്ട് നമുക്ക് ഇത് നല്ലപോലെ വീണ്ടും ഒന്നുകൂടെ ബീറ്റ് ചെയ്യാം. പഞ്ചസാരയും മുട്ടയും കൂടെ നല്ലപോലെ അടിഞ്ഞ് യോജിച്ച് നല്ല ഫ്ലഫി ആയിട്ട് വരും. കണ്ടോ, പഞ്ചസാരയൊന്നും കൂടെ നല്ല തിക്കായിട്ട് വരുന്നുണ്ടോ? കണ്ടോ, കാണുന്നുണ്ടോ? നല്ല തിക്കായിട്ട്, നല്ല തിക്ക് പരുവത്തിൽ വന്നു. ഇങ്ങനെ ഈ സമയം ഞാൻ എൻ്റെ ഓവനൊന്ന് പ്രീ ഹീറ്റ് ചെയ്തിടണം. കാരണം നമ്മൾ 15-20 മിനിറ്റാണ് നമുക്കിത് വേണ്ടത്, ഇത് കുക്ക് ചെയ്യാനായിട്ട് വേണ്ട സമയം. അപ്പോൾ നമ്മളിത് ഈ സമയത്ത് ഇത്ര അടിച്ച് മെയിൻ പരിപാടി കഴിഞ്ഞു.
ഇനി നമുക്കൊരു 10 മിനിറ്റ് നേരത്തേക്ക് പ്രീ ഹീറ്റ് ചെയ്തിടണം, എന്നാലേ നമുക്കിത് കഴിയുമ്പോൾ ഉടനെ അങ്ങ് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഓവൻ പ്രീ ഹീറ്റ് ചെയ്തിടാം. പ്രീ ഹീറ്റ് ചെയ്തിടുക എന്ന് പറഞ്ഞാൽ നമ്മൾ 150 ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ് നമ്മൾ ഇത് വെക്കുന്നത്. കാണുന്നുണ്ടോ എൻ്റെ ഓവൻ? കാണിച്ചു തരാം. ഇതാ എൻ്റെ ഓവൻ. ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് ഇത് നമ്മൾ ഇവിടെ നമുക്ക് ഏതാ പോർഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഓവൻ്റെ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ടോസ്റ്റ്, ബ്രോയിലർ, മറ്റും ബേക്ക് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ബേക്കയിലേക്ക് കൊടുക്കുവാണ്. ബേക്കയിലേക്ക് കൊടുത്തിട്ട് ഇത് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് ഇവിടെ സമയം കൊടുത്തിട്ടുണ്ട്. 10, 15, 20 അങ്ങനെ മിനിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം 10 മിനിറ്റ് ഞാനിങ്ങനെ ആക്കിയിട്ടുണ്ട്. അപ്പം പ്രീ ഹീറ്റിംഗ് ആണ്. എൻ്റെ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇതേ സമയം ശരിയായില്ലേ? കാണാമല്ലോ അല്ലേ? നമ്മൾ ഇത്രയും പരിപാടികൾ കഴിഞ്ഞു. ഇതിങ്ങനെ നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് മൈദയുടെ കൂടെ ചേർക്കേണ്ട കാര്യങ്ങളുമായിട്ട് നമുക്ക് യോജിപ്പിക്കാം. അതിനുവേണ്ടി ഞാൻ വേറൊരു ബൗളെടുത്തു. ഇതേപോലത്തെ ഒരു ബൗളെടുത്തിട്ട് നമുക്കതിന് വേണ്ടിയിട്ട് അരിപ്പ വേണം. അരിപ്പ എടുത്തു. ഇതാണ് നമ്മുടെ അളവ് കപ്പ്. 1 കപ്പ് കണ്ടോ, വണ്ണം കണ്ടോ, 1 കപ്പ്. ഇപ്പോൾ നമ്മൾ അതിനകത്തേക്ക് 1 കപ്പ് മൈദ അളന്നെടുക്കുകയാണ്. ഞാൻ അളവ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അളന്ന് വയ്ക്കാതിരുന്നത്. ഇതാണ് 1 കപ്പ് മൈദ കണ്ടോ. ഇത് ഞാൻ ഇതിനകത്തേക്ക് ഇട്ടു. അതിൻ്റെ കൂടെ നമുക്ക് ഇത് 1 ടീസ്പൂണിൽ ഇത് പൊടിയായിട്ടിരിക്കുന്ന നമ്മൾ പിന്നെ എസൻസ് എടുത്തപ്പോൾ നനഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ 1/2 ടീസ്പൂൺ, ഇത് 1/2 ടീസ്പൂണാണ്. 1/2 ടീസ്പൂണിൻ്റെ ഇതുകൊണ്ട് എടുക്കാം. ഇത് ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് പൗഡർ നമുക്ക് വടിച്ചാണ് കേട്ടോ, എല്ലാം വടിച്ചാണ് എടുക്കുന്നത്. നമുക്ക് 1 ടീസ്പൂൺ വേണം ബേക്കിംഗ് പൗഡർ. അപ്പോൾ നമ്മൾ ഇതിന് 1/2 ടീസ്പൂൺ 2 പ്രാവശ്യം എടുക്കുമ്പം 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറായി. ഇനി ഇത് ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡ നമുക്ക് 1/2 ടീസ്പൂൺ മതി. 1/2 തന്നെ ഇല്ലെങ്കിലും കുഴപ്പമില്ല. അത് നമുക്കൊന്ന് ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് ഇങ്ങനെ നമ്മളിപ്പോൾ കപ്പ് കേക്ക് അല്ലാതെ സ്പഞ്ച് കേക്കൊക്കെ ഉണ്ടാക്കുമ്പം കപ്പ് കേക്കിനാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചെറുനാരങ്ങ നീര് ഒരു ടീസ്പൂണൊക്കെ ഒഴിക്കുന്നത് നല്ലതാണ്. ഇത് നമ്മളിങ്ങനെ അരിച്ചെടുക്കണം. കാരണം ഇതെല്ലാം കൂടെ ഇതിനകത്ത് മിക്സ് ആകാൻ വേണ്ടിയാട്ടോ. ബേക്കിംഗ് പൗഡറും അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 1 പ്രാവശ്യമല്ല, അത് നമ്മൾക്ക് 2-3 പ്രാവശ്യം അരിക്കേണ്ടതുണ്ട്. ഇതിങ്ങനെ നമ്മൾ എടുത്ത് മാറ്റി വെച്ചു. ഇതിലേക്ക് നമ്മൾ 2 പ്രാവശ്യം അരിച്ചു. ഇനി 3ാമത്തെ പ്രാവശ്യം ഞാൻ ഇതിനകത്തേക്ക് തന്നെ 1 കപ്പൊക്കെ ഉള്ളത് കൊണ്ട് 1 കപ്പല്ലേ ഉള്ളൂ. കൂടുതൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറേശ്ശെ ചേർത്തിട്ട് വേണം ഇളക്കിയെടുക്കാനായിട്ട്. ഇതിനകത്തേക്ക് നമ്മൾ അരിച്ചിട്ടു. എന്നിട്ട് ഇനി അത് ഫോൾഡ് ചെയ്ത് വേണം നമുക്ക് എടുക്കാനായിട്ട്. ഇനി ഈ സാധനം കൊണ്ട് നമ്മൾ അടിക്കരുത്, അതിൻ്റെ മയം കുറയും. മൈദ ഇട്ടാൽ നമുക്ക് പിന്നെ വേറെ ഒന്നും ചെയ്യില്ല. അത് നമ്മൾ കേക്കാണെങ്കിലും എന്താണെങ്കിലും ഇങ്ങനെ തന്നെയാണ്. ഇതിങ്ങനെ കൊണ്ടുവന്ന് ഇത് ഉണ്ടാവും. ഇങ്ങനെ നമ്മൾ കൊണ്ടുവന്നിട്ട് നടുക്കോട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ, ഇത് ഫോൾഡിങ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ, എന്നാലാണ് നമ്മുടെ ആ പതഞ്ഞ് വന്നേക്കുന്നൊന്നും പോകാതെ തന്നെ വേണം നമ്മളിത് മിക്സ് ആക്കി എടുക്കാനായിട്ട്.
അങ്ങനെ 2-3 പ്രാവശ്യം ആയി കഴിയുമ്പം അത് മിക്സ് ആയിക്കോളും. ഓൾറെഡി നമ്മൾ മൈദയും ഇതും കൂടെ 2-3 പ്രാവശ്യം ഇടഞ്ഞപ്പോൾ തന്നെ പറ്റും. ഇനി എന്തെങ്കിലും പൊടി അതുമായിട്ട് കൂട്ടിച്ചേരാനുള്ളത് കണ്ടോ, ഇങ്ങനെ തന്നെ വരും. അപ്പോൾ ഇത് ഫോൾഡിങ് മെത്തേഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ എങ്ങനെ ഞാൻ ഫോൾഡ് ചെയ്യുന്നത്. ഒരേ സൈഡിൽ കൂടെ തന്നെ വേണം, നമ്മൾ തിരിച്ച് ഇങ്ങോട്ടും അങ്ങോട്ടും അങ്ങനെ ഇട്ട് ചെയ്യരുത്, ആൻറ്റി ക്ലോക്ക് വൈസിലും ചെയ്യരുത്. നമ്മളിങ്ങനെ തന്നെ ഒരേ ടൈപ്പിൽ തന്നെ വേണം, എന്നാലാണ് നമുക്ക് എങ്ങാനും പോയെങ്കിൽ ഒന്നോടെ കയറാം. ഇനിയൊന്നുമില്ല, നമ്മുടെ പരിപാടികൾ കഴിഞ്ഞു. നമ്മളിതിനകത്ത് ലാസ്റ്റ് ബട്ടർ നമ്മൾ അതിൻ്റെ ആദ്യം നമുക്ക് വേണമെങ്കിൽ ഇത് ഞാൻ എൻ്റെ സ്വന്തം ബട്ടറാണ്, നല്ലപോലെ ഇതായിട്ടിരിക്കുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ എടുത്തു വെച്ചത്. ഇനി നമ്മൾ പഞ്ചസാരയും ഒക്കെ ഇതും കൂടെ അടിച്ചെടുക്കുകയല്ലേ, ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് ബട്ടർ ഇട്ട് ഇത് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ബട്ടറിൻ്റെ വലിയ ഇതില്ല, മുട്ടയും ഇതും കൂടെ ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഇതൊന്ന് ബട്ടറിൻ്റെ ഒരു ടേസ്റ്റും കൂടെ വരാൻ വേണ്ടിയിട്ടാണ് അവസാനം ചേർത്തന്നേ ഉള്ളത്, ഒന്ന് മെൽറ്റായിട്ടിരുന്നത് കൊണ്ടാണ്. ബട്ടർ എത്രയാ? ബട്ടർ 1/4 കപ്പ്. നമ്മൾ ബട്ടർ വേണമെന്നില്ല, ബട്ടറിൻ്റെ കൂടെ നമ്മൾ ഓയിൽ എടുക്കാം. ഞാനിപ്പം വീട്ടിൽ ബട്ടർ ഉള്ളത് കൊണ്ട് അങ്ങ് എടുക്കുന്നുള്ളതേ ഉള്ളൂ. ഓയിലാണെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും പഞ്ചസാരയും മുട്ടയും അടിച്ച് വയ്ക്കുകയല്ലേ, അടിച്ച് കഴിയുമ്പോൾ അതിനകത്തേക്ക് ആ ഓയിൽ എടുത്തിട്ട് ഒന്നോടെ നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കണം. ഇതുകൊണ്ട് തന്നെ ബീറ്റാക്കണം, എന്നാലേ ഓയിൽ എല്ലായിടത്തും ആകുകയുള്ളൂ. ഇതിപ്പം ബട്ടറാണ്, ബട്ടർ നല്ലപോലെ മെൽറ്റായിട്ടിരിക്കുന്ന ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ട് കുറച്ച് നേരമായി മെൽറ്റായിട്ടിരിക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടെ യോജിച്ച് വരുമ്പം നമുക്കതിനൊരു ബട്ടറിൻ്റെ ടേസ്റ്റ് വരുമല്ലോ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. മനസ്സിലായോ? ഓയിൽ ഒരിക്കലും ഇങ്ങനെ അവസാനം ചേർക്കരുത്, ഓയിൽ ആദ്യം തന്നെ ചേർക്കണം, അതിൻ്റെ കൂടെ ബീറ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ കുറച്ച് ഉണ്ടാക്കി വന്നു കഴിയുമ്പോൾ നമ്മൾ തന്നെ എക്സ്പെർട്ട് ആവും. നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേശ്ശെ ഇപ്പം ഞാൻ 1 കപ്പിൻ്റെ എടുത്തു, നിങ്ങൾ 1/2 കപ്പിൻ്റെ ആണെങ്കിൽ എടുത്താൽ മതി. 1/2 കപ്പ് അങ്ങനെ. ഇപ്പോൾ 2-3 നമ്മൾ ഒന്നിച്ച് 2 കപ്പ് എടുത്തിട്ട് നമ്മൾ ചെയ്യുന്നതിനേക്കാളും ഇന്നിപ്പോൾ ഒരു 1/2 കപ്പ് എടുത്തു, നാളെ ഒരു 1/2 കപ്പ് എടുത്തു, അങ്ങനെ പല പ്രാവശ്യം നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ പെർഫെക്ഷനിലേക്ക് വരും. ഒന്നിച്ച് നമ്മളിപ്പോൾ ഒരു 10 ഉണ്ടാക്കി കൊടുക്കുന്നതിനേക്കാളും നല്ലത് അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു പെർഫെക്ഷൻ കിട്ടും. ഇനി ഒന്നുമില്ല. മുട്ട ചേർക്കാതെ വേറെന്താ ചേർക്കാം? എന്തോ മുട്ട കഴിക്കാത്തവർക്ക് എന്ത് ചേർക്കും? മുട്ട കഴിക്കാത്തവർക്ക് ഇച്ചിരി പാല് ചേർത്താൽ മതി, വേറെ ഒന്നും ജാതിക്കാപ്പൊടി ഒന്നും ചേർക്കുന്നില്ല. ഇത് കപ്പ് കേക്ക് നമ്മൾ വളരെ പ്ലെയിൻ ആയിട്ടാണ്, മറ്റേ അല്ലാതെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ജാതിക്കാപ്പൊടി ഇച്ചിരി ഏലക്കാപ്പൊടിയൊക്കെ ചേർക്കാം. ഞാൻ പഞ്ചസാര പൊടിക്കുന്ന കൂടുതൽ 2 ഏലക്കയോ ഗ്രാമ്പും ഒക്കെ ഇട്ട് നമ്മൾ അല്ലാത്ത കേക്കിനുണ്ടാക്കും. കപ്പ് കേക്കിന് നമ്മൾ സാധാരണ, കാരണം ചെറിയൊരു കപ്പല്ലേ വരുന്നത്, അതിനപ്പം ടേസ്റ്റ് വ്യത്യാസം വരാതെ അത് സ്പഞ്ചിൻ്റെ തന്നെ ടേസ്റ്റ് ആകണം. അത് കപ്പ് കേക്ക് എന്ന് പറയുന്നത് അങ്ങനെയാണ്. പിന്നെ കപ്പ് കേക്ക് തന്നെ വെറൈറ്റി ഉണ്ട്, മഫിൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ഓരോന്ന് വെറൈറ്റി അനുസരിച്ച് നമ്മൾ പൊടികൾ ചേർക്കും, മഫിൻസ് ഒക്കെ ഉണ്ടാക്കും. അതിനപ്പോൾ ഇച്ചിരി നട്ട്സ് ഒക്കെ ഇടും. മഫിൻസ് പല ടൈപ്പ് ഉണ്ട്, ചോക്ലേറ്റ് ഉണ്ട്, ഫഡ്ജ് മഫിൻസ് ഉണ്ട്. അപ്പോൾ മഫിൻസിൻ്റെ ഓരോ ഫ്ലേവർ അനുസരിച്ച് നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യും. ഇതിപ്പോൾ നമ്മൾ വെറും പ്ലെയിൻ കപ്പ് കേക്ക് ആയിട്ട് നമുക്ക് ഇങ്ങനെ പാക്കറ്റിൽ നമ്മൾ കടയിലുള്ള ബേക്കറിലൊക്കെ മേടിക്കാൻ കിട്ടുകയല്ലേ, 6 ഒരു പാക്കറ്റായിട്ട് മേടിക്കാൻ കിട്ടത്തില്ലേ? അതുണ്ടാക്കുന്ന ഞാൻ കാണിച്ചു തന്നെ. പിന്നെ അല്ലാതെ ഞാൻ പറഞ്ഞില്ലേ ആദ്യം മറ്റേ പോലത്തെ വേറെ ഡിഫറെൻറ്റ് വെറൈറ്റി കപ്പുകൾ കിട്ടും. ആ കപ്പുകൾ നമ്മൾ എടുത്തു കഴിയുമ്പോൾ അതിനകത്ത് നമ്മൾ ഇതുപോലെ കപ്പ് കേക്ക് ഉണ്ടാക്കിയിട്ട് ഇച്ചിരി കട്ടിയുള്ള കപ്പൊക്കെ കിട്ടും. അപ്പോൾ മഫിൻസിൻ്റെ ഒക്കെ കപ്പ് കിട്ടും. ആ കപ്പുകൾ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ നമ്മൾ കോരി ഒഴിച്ച് സെയിം നമുക്ക് അതിന് ഏതാണ് ടേസ്റ്റ് വരേണ്ടത് ആ ടേസ്റ്റ് നമ്മൾ ഉപയോഗിക്കുക. എന്നിട്ട് ഞാൻ 2-3 പറഞ്ഞു തരാം. എന്നിട്ട് അത് നമ്മൾ ചെയ്തിട്ട് 70th ബർത്ത്ഡേ ആയിരുന്നു. അപ്പം പുള്ളിക്ക് ഷുഗറാണ്. അപ്പോൾ അവർക്ക് അവിടെ കൂടാൻ വേണ്ടി ഒത്തിരി കേക്ക് കണ്ടാൽ ഒത്തിരി കഴിക്കും. അപ്പോൾ കുറച്ച് ഇത് ഒരു അട്രാക്റ്റീവായിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാനപ്പോൾ അതിനെ കപ്പ് കേക്കിനകത്ത് ഉണ്ടാക്കിയിട്ട് അപ്പം ഹാപ്പി 70 എന്ന് എഴുതി കൊടുത്തു. 7 കപ്പ് കേക്ക്. അപ്പോൾ ആ HAPPY 5 എണ്ണം, പിന്നെ 70 എന്നുള്ളതിന് 7 എണ്ണം, അങ്ങനെ 7 എണ്ണം 7 കപ്പ് കേക്ക് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് അങ്ങനെ ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ
ഇഷ്ടം പോലെ, അതൊക്കെ എൻ്റെ ഓരോ മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ്, അങ്ങനെ അങ്ങ് ചെയ്തു കൊടുക്കും. ഷേപ്പ് കിട്ടുന്നത് മനസ്സിലായോ? ഇത് തീരെ കനം കുറവല്ലേ, ഇത് വെറും പേപ്പറാണ്. അപ്പോൾ അവർ ആ ഷേപ്പിൽ ഇങ്ങനെ എടുത്തിട്ട് മാത്രമേ ഉള്ളൂ. അത് ഇങ്ങനെ ഇരിക്കണമെങ്കിൽ നമ്മൾ ആ മോൾഡിനകത്താകുമ്പോഴാണ് ഈ ഷേപ്പിൽ ആയിക്കഴിഞ്ഞാൽ, വെന്ത് കഴിഞ്ഞാൽ ആ ഷേപ്പിൽ തന്നെ ഇരുന്നോളൂ, നമ്മൾ എടുത്താലും ആ ഷേപ്പിൽ തന്നെ ഇരിക്കുകയുള്ളൂ, കാരണം സാധനം വെന്തല്ലോ. പക്ഷേ ഇത് നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് ഒഴിച്ചിട്ട് നമ്മൾ അടുപ്പത്തേക്ക് വെക്കുമ്പം ഈ സാധനം വിടർന്നു പോകും, ഷേപ്പ്ലെസ് ആവും. അപ്പോൾ അതുകൊണ്ട് അതിന് നല്ലത്, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നല്ലത് പേപ്പർ ഗ്ലാസ്സാണ്. ഞാനും ഒക്കെ പേപ്പർ ഗ്ലാസ്സിലാണ് ആദ്യം പഠിച്ചത്. നമ്മുടെ കേക്കൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഇല്ല അല്ലേ? ഞാനിങ്ങനെ അടുത്തായതുകൊണ്ട് എനിക്ക് കാണാം. നോക്കാം. കാണാവോ? പൊങ്ങിയിട്ടുണ്ട്. നമ്മൾ ആകെ ഒരു സ്പൂൺ ഒഴിച്ച സംഭവമാണ്. അത് പൊങ്ങി മോള് വരും. അത് നല്ലപോലെ പൊങ്ങിക്കോളൂ. അത് 20 മിനിറ്റ് ആകുമ്പോഴത്തേനും, എന്നാലാണ് അത് കറക്റ്റ് വലുപ്പത്തിൽ നിൽക്കുകയുള്ളൂ. ഇരുപത് മിനിറ്റ് ആയാലും നമ്മൾ ഉള്ളൊക്കെ വേവുള്ളൂ. അളവും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതിക്കണം. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റ് അളവ്, ഇതെല്ലാം കപ്പിലെ അളവ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ബട്ടർ എത്രയാണ്? ഏതാ ബട്ടർ? 1/4 കപ്പ്. ഞാൻ ഒന്നുകൂടെ പറയാം. ഫസ്റ്റിലെ നമ്മൾ ചെയ്തത്, നമ്മൾ ബൗൾ എടുക്കുക, ബൗളിനകത്തേക്ക് 4 മുട്ട, അതിൻ്റെ കൂടെ അത് നല്ലപോലെ ബീറ്റ് ചെയ്യുക. അതിനുശേഷം അതിനകത്തേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുക, അത് വീണ്ടും ബീറ്റ് ചെയ്യുക. അതിനുശേഷം പൊടിച്ച പഞ്ചസാര 1 കപ്പ്, 1 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ലപോലെ ഫ്ലഫി ആക്കുക. അതിനുശേഷം നമ്മുടെ ബട്ടർ ആണെങ്കിലും ഓയിലാണെങ്കിലും 1/4 കപ്പാണ് ചേർക്കേണ്ടത്. അതും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്നോടെ നല്ലപോലെ, കൂടുതൽ ഓയിലാണ് അടിക്കുന്നത്, അപ്പം അത് നല്ലപോലെ ബീറ്റ് ചെയ്യുക. അത് എല്ലാമായിട്ട് യോജിച്ച് വരണം. അത്രയും കഴിഞ്ഞാൽ നമ്മുടെ ബീറ്റർ മാറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മൾ മൈദ 1 കപ്പ്, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ, ഇത്രയും നമ്മൾ നന്നായിട്ട് 2-3 പ്രാവശ്യം അരിച്ചെടുക്കണം. തിരിച്ചും മറിച്ചിട്ട് 2-3 പ്രാവശ്യം അരിച്ചെടുക്കണം. അതിനകത്ത് കട്ടയോ വല്ലതും ഉണ്ടെങ്കിൽ അതെല്ലാം ചിലപ്പം സോഡാപ്പൊടി. അതിനു മുന്നേ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കണ്ടേ? 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കണം. അത് ഒന്നുകിൽ അതിനകത്ത് ചേർക്കാം, ഇല്ലെങ്കിൽ ഇതിനകത്ത് മൈദാക്കൂട്ടിനകത്തേക്കാണെങ്കിൽ 1/2 ടീസ്പൂൺ, ഒരു 1/2 ടീസ്പൂൺ വേണ്ട, ഒരു പിഞ്ച് നമ്മൾ കൈ കൊണ്ട് നുള്ളി എടുക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? അതും കൂടെ ചേർക്കുക. എന്നിട്ട് നല്ലപോലെ ഫോൾഡിങ് മെത്തേഡിൽ നമ്മൾ ഇത് ചെയ്തെടുക്കുക. മൈദയും ഈ കൂട്ടെല്ലാം കൂടെ യോജിപ്പിച്ചെടുക്കുക. നമ്മൾ ഫോൾഡഡ് മെത്തേഡിൽ വേണം യോജിപ്പിച്ചെടുക്കാനായിട്ട്. ഒരിക്കലും ബീറ്റർ കൊണ്ട് അടിക്കരുത്. ഇനി ബീറ്റർ കൊണ്ട് അടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഏറ്റവും ചെറിയ സ്പീഡിലാണ് നമ്മൾ ആദ്യം തുടങ്ങേണ്ടത്. അതിനുശേഷം നമ്മൾ ബീറ്ററിൻ്റെ ഓരോ ലെവൽ കൂട്ടി അടിക്കണം. ആദ്യമേ നമ്മൾ ഏറ്റവും വലിയ സ്പീഡിലേക്ക് കൊണ്ടിട്ട് അടിക്കരുത്, കാരണം അത് ചൂടാകുമ്പം അത് കട്ട കെട്ടിപ്പോകാനൊക്കെ ഇതാവും, അപ്പം സോഫ്റ്റ്നെസ് കുറയും. നമ്മൾ ഏറ്റവും ചെറിയ ഇതിൽ തുടങ്ങുക, എന്നിട്ട് അതിൻ്റെ ഓരോ ഡിഗ്രി കൂട്ടി എടുക്കുക. അത് നമ്മൾ ഇതിനേക്കാൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഐസിങ്ങിനൊക്കെ വിപ്പിംഗ് ക്രീമൊക്കെ നമ്മൾ അടിക്കുമ്പം അതുപോലെ തന്നെ അടിച്ചാലേ അത് ശരിയാവുള്ളൂ. ഇനി എന്തെങ്കിലും ഡൗട്ടുണ്ടോ? ഇതേ ടൈം തന്നെയാണോ? 20 മിനിറ്റ് തന്നെയാ? അടുപ്പിന്റെ ചൂടനുസരിച്ചിരിക്കും. നമ്മുടെ ദോശക്കല്ലും ഇപ്പം നമ്മള് ഇതിന്റെ ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്നത് നോൺ സ്റ്റിക്കിന്റെ ആണ്. മറ്റേ നല്ല കട്ടിയുള്ള ഇരുമ്പിന്റെ ദോശക്കല്ലാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വേഗം ചൂടാവും. അപ്പം നമുക്കതിന്റെ അറിയാം, അതിന്റെ മുകളിൽ നമ്മളത് മുകളിൽ നോക്കുമ്പോൾ അറിയാം
ചെറിയ ലൈറ്റ് യെല്ലോയിഷ് കളർ പോലെ വരും. അപ്പം നമുക്കൊന്ന് ഒന്ന് തുറന്ന് നോക്കിയിട്ട് നമ്മൾ ഈ കോല് കൊണ്ട് ഇതുകൊണ്ടൊന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പം നമുക്കറിയാൻ പറ്റും. എന്നിട്ട് ഇത് കുത്തി നോക്കുന്നത് കാണിച്ചു തരാം. കാണാമല്ലോ അല്ലേ? ഇപ്പോൾ ഇതൊക്കെ നമ്മൾ ഓവനാണെന്നൊക്കെ എടുക്കാം. ഇങ്ങനത്തെ സാധനമൊക്കെ കിട്ടും കേട്ടോ. നമ്മൾ പൊടി ഇതൊക്കെ അതൊക്കെ നമ്മൾ പ്രാക്ടീസ് ആകുമ്പോൾ ഇങ്ങനെ എടുക്കാം. തുണി കൊണ്ടൊക്കെ എടുക്കുന്നേക്കാളും എന്താണ് കണ്ട. ഇതിങ്ങനെ നീക്കി വെച്ചിട്ട് നമ്മൾ ഈ കോല് കൊണ്ട് ഇങ്ങനെ കുത്തി നോക്കുക. കുത്തി നോക്കുമ്പം കണ്ടോ ഇതിലൊട്ടും പിടിച്ചിട്ടില്ല. ഇപ്പോൾ ഇത് വെന്തു എന്നാണ് അതിൻ്റെ അർത്ഥം. കണ്ടോ ഇതിലൊന്നും ഒട്ടും കാണാനില്ല. അപ്പോൾ ഇത് വെന്തു, സംഭവം വെന്തു. ഉണ്ടോ ഇങ്ങനെ പൊങ്ങി വന്നോളും. ഉണ്ടോ ഇതിലൊട്ടും പിടിച്ചിട്ടില്ല. അത് മനസ്സിലാക്കേണ്ടത് ഈ സംഭവം വെന്തു നമുക്ക് എടുക്കാറായെന്നുള്ളതാണ്. അപ്പം ഇത് നമുക്ക് എടുക്കാം. എന്നിട്ട് അടുത്ത സെറ്റ് വെക്കാം. ഇത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിപ്പോൾ നമ്മൾ നമ്മളിതിലേക്ക് ഇത് എടുത്തു കഴിയുമ്പോൾ കണ്ടോ നല്ല കപ്പ് കേക്കിൻ്റെ ഷേപ്പിലല്ലേ ഇരിക്കുന്നത്. കണ്ടോ ഇത് മോള് ശരിക്കും ചെറുതായിട്ടൊരു യെല്ലോയിഷ് കളർ വന്നു. കാണുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? കാണുന്നില്ല? മോള് കാണുന്നില്ല? ഒരു യെല്ലോയിഷ് കളർ, ഒരു ഗോൾഡൻ കളർ പോലെ മുകളിലേക്ക് വരും. ഇതിന്റെ ഷേപ്പ് കണ്ടോ? നല്ല നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ നല്ല ഇതായിട്ടല്ലേ കിട്ടുന്നേ. ഇപ്പൊ നമ്മൾ അര കപ്പേ ഒഴിച്ചുള്ളൂ. കണ്ടോ ഒരു കപ്പായില്ലേ. ഇനി ഇത് നമ്മളിങ്ങനെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ തുറന്നു വെക്കരുത്. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു തുണി ഇട്ട് നമ്മളിങ്ങനെ മൂടി വെക്കണം. ഇതിന്റെ ആവിയൊന്നും പോകാതിരിക്കാൻ വേണ്ടി, ആകാതിരിക്കാൻ വേണ്ടി. കാരണം ആവിയൊക്കെ ആ കടലാസിലേക്ക് അഴിഞ്ഞ് കഴിയുമ്പം കടലാസ് നനയും. കടലാസിന്റെ തന്നെയല്ല, മറ്റു നമ്മൾ സാധാരണ ഏത് കേക്ക് ഉണ്ടാക്കിയാലും. അപ്പം ഇത് തണുക്കുന്നത് വരെ നമ്മൾ ഇങ്ങനെ വെക്കണം. ഒരു നല്ല തുണി കഴിയുവാണെങ്കിൽ നല്ല തുണി വെച്ചിട്ട് ഇങ്ങനെ അടച്ചു വെക്കുക. അപ്പം അതിൽ നിന്ന് വരുന്ന ആവി വെള്ളം നമ്മുടെ തുണിയിലേക്കേ പിടിക്കുകയുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ ചെയ്തതിന് ശേഷം എടുക്കാം. ചൂടില് തന്നെ വെക്കാൻ പാടില്ല അല്ലേ? ചൂടില് തന്നെ വെറുതെ തുറന്നു വെച്ച് ഇതാകരുത്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊണ്ട് മൂടി വെക്കരുത്. ഇങ്ങനെ നമ്മൾ തുണി കൊണ്ട് വേണം മൂടി വെച്ചിട്ട് അതിന്റെ ആവി വെള്ളം കളഞ്ഞ് ചൂട് നല്ലോണം തണുത്തതിന് ശേഷം വേണം നമ്മൾ ഇത് മാറ്റാനായിട്ട്. ഞാനിത് കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ വെച്ചിരിക്കുന്ന തുണികളാണ്. കേക്ക് ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ മൂടിയിടും. അത് കഴിഞ്ഞിട്ട് എടുത്ത് ഇത് ചെയ്ത് വെക്കും. അങ്ങനെയാണ്. മനസ്സിലായില്ലേ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇപ്പൊ ഇതുകൊണ്ട് നമുക്ക് ഞാൻ 6 ഉണ്ടാക്കിയത്. ഇപ്പൊ ഈ ഒരു കപ്പ് കൊണ്ട് നമുക്ക് 6 ഒരു 18 എണ്ണം ഉണ്ടാക്കാൻ പറ്റും. 18 എണ്ണം ഉണ്ടാക്കാൻ പറ്റും. 18 എണ്ണത്തിൽ കുറയത്തില്ല. 18 എണ്ണത്തിൽ കൂടിയെങ്കിലേ ഉള്ളൂ. 18 എണ്ണത്തിനുള്ളത് എന്തായാലും മാവുണ്ട്. 2 സെറ്റും കൂടെ എനിക്ക് വെക്കാനുള്ളതുണ്ട്. ഇപ്പൊ ഞാൻ വലിയ പാത്രത്തിലേക്ക് വെക്കാന്ന് പറഞ്ഞു. ഓക്കെ ആയില്ലേ? വൈൻഡപ്പ് ചെയ്തോട്ടെ.